എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. എന്നാൽ ഈ ബന്ധങ്ങൾ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട്? ബന്ധം മനോഹരമാക്കാൻ കമ്മ്യൂണിക്കേഷൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിംഗ് എന്നത്. ഒരാൾ പറയുമ്പോൾ ഏറ്റവും മനോഹരമായി കേൾക്കാൻ സാധിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടാവാം, പക്ഷെ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് കേൾവിയും ശ്രദ്ധിക്കലും, ഹിയറിങ്ങും ലിസണിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തിരിച്ചറിയണം. കേൾവി ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ്. എന്നാൽ സജീവമായ ശ്രദ്ധ സംസാരിക്കുന്ന വ്യക്തിയെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു കലയാണ്. ഇത് നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഈ ആക്റ്റീവ് ലിസണിംഗ്? സംസാരിക്കുന്ന വ്യക്തി പറയുന്ന വാക്കുകൾക്കപ്പുറം അവരുടെ വികാരങ്ങളെയും പറയാതെ പോകുന്ന കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ശരീരഭാഷ, അതായത് കണ്ണുകളിൽ നോക്കുക, തലയാട്ടുക, തുറന്ന ശരീരഭാഷ ഉപയോഗിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്കൊരു ഉറപ്പ് നൽകും. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ആളെ തടസ്സപ്പെടുത്താതിരിക്കുക. അവർ പറഞ്ഞു തീരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നത് പ്രധാനമാണ്. നിങ്ങളുടെ പ്രതികരണവും പ്രധാനമാണ്, പക്ഷേ അത് അവരുടെ സംസാരം പൂർത്തിയാക്കിയ ശേഷം മാത്രം മതിയെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പ്രതികരണം അവിടെ ആവശ്യമുണ്ടാവില്ല. വികാരങ്ങൾ മനസ്സിലാക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. അതായത് നോൺ ജഡ്ജ്മെന്റൽ ആവുക. സംസാരിക്കാൻ അവസരം നൽകണം. നമ്മുടെ ബന്ധങ്ങളിൽ ഒരു അത്ഭുതകരമായ മാറ്റം വരുത്തും. നിങ്ങൾ ഒരാളെ പൂർണ്ണമായി കേൾക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുകയും ഇത് പരസ്പര വിശ്വാസം വളർത്താൻ വഴിയൊരുക്കുകയും ചെയ്യും. ഒരാൾ പറയുന്നത് നമ്മൾ പൂർണ്ണമായും കേൾക്കുമ്പോൾ കേട്ടതിനെക്കുറിച്ച് തിരിച്ച് ചോദിച്ച് ഉറപ്പുവരുത്താൻ സഹായിക്കും. ഇത് അനാവശ്യമായ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒഴിവാക്കും. കേൾവിക്കാരൻ എന്നതിലുപരി ഒരു താങ്ങായി നിലനിൽക്കുമ്പോൾ വൈകാരികമായ അടുപ്പം വർദ്ധിക്കും. പങ്കാളിയുടെയോ സുഹൃത്തിൻ്റെയോ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മൾ കൂടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിവ് നമുക്കെല്ലാവർക്കും പരിശീലിച്ച് മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാണ്. അതിനുള്ള ചില വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ്. സംസാരിക്കുമ്പോൾ ഫോൺ, TV പോലുള്ളവ മാറ്റിവെക്കുക. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും അവർക്ക് നൽകുക. എന്തുകൊണ്ട് എന്ന ചിന്ത മാറ്റി എന്താണ് എന്ന് ശ്രദ്ധിക്കുക. മറുപടി പറയാനുള്ള തിരക്കിൽ അവർ പറയുന്നതിലെ പിഴവുകൾ കണ്ടുപിടിക്കാതെ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറയാമോ? എങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ സഹായിക്കും. അവർ പറഞ്ഞ പ്രധാന ആശയങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ തിരിച്ചു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് ഉറപ്പിക്കാനും സഹായിക്കും. അതുപോലെ വിധി എഴുതാതിരിക്കുക. സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് അവരുടെ കാഴ്ചപ്പാടിനെ ബഹുമാനത്തോടെ കേൾക്കുക. ഓർക്കുക, ആക്റ്റീവ് ലിസണിംഗ് എന്നത് വെറും ഒരു ടെക്നിക്കല്ല. അത് മറ്റൊരാൾക്ക് നമ്മൾ നൽകുന്ന ആദരവാണ്, സ്നേഹമാണ്. നല്ല ബന്ധങ്ങൾ എന്നത് നല്ല സംഭാഷണങ്ങളുടെയും അതിലുപരി നല്ല ശ്രദ്ധയുടെയും ഫലമാണ്. ഇന്നു മുതൽ നിങ്ങളൊരു ആക്റ്റീവ് ലിസണർ ആകാൻ ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.